ഹായ് കൂട്ടുകാര്, എല്ലാരും ഹാപ്പി അല്ലേ? ഞങ്ങളും ഹാപ്പി ആയിട്ട് പോകുന്നു. ഇന്നിമ്മനെ വലിയൊരു ചക്ക കിട്ടി. ചക്ക വിശേഷമായിട്ടാണ് നിങ്ങളോടൊപ്പം കൂടുന്നത്. ചക്ക വിശേഷങ്ങൾ പറഞ്ഞാൽ ചക്കയെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ കേരളത്തില് പ്രത്യേകിച്ച് പാലക്കാട് നാട്ടുമ്പുറങ്ങളിൽ ഒരുപാട് ചക്ക, മാങ്ങ, അതുപോലെ പനനൊങ്ക്, അങ്ങനെ മാമ്പഴത്തിന്റെയും ചക്കപ്പഴത്തിന്റെയും ഉത്സവ കാലമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരുന്നല്ലേ. മാമ്പഴത്തേക്ക് പറിക്കാൻ കയറും, കുട്ടികൾ വീഴും, കയ്യൊടിയും കാലൊടിയും. ഒരുപാട് പേരിങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് കൈയും കാലും ഒക്കെ കെട്ടി നടക്കുന്നത് കാണാൻ പറ്റും. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾ ഇങ്ങനെ അപകടം പറ്റിയിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പഴങ്ങളൊക്കെ പറിച്ച് തിന്നാൻ പോയിട്ട് പറ്റുന്ന അപകടങ്ങളാണ് കേട്ടോ. പക്ഷെ അതെല്ലാം അപകടങ്ങളൊക്കെ എത്രയൊക്കെ വന്നാലും ശരി, ഈ പഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാവരും മറക്കും. ഇന്ന് ഞങ്ങൾക്കൊരു വലിയ ചക്ക കിട്ടി. വലിയ ചക്ക ഫ്രീ ആയിട്ടൊന്നും കിട്ടിയതല്ല. 250 രൂപ, ഏകദേശം ഒരു 20-25 കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ആ ചക്കയെന്ന് ഞങ്ങൾ മുറിച്ച് പീസാക്കി. ആ മഞ്ഞണിഞ്ഞ കളർ ഉണ്ടല്ലോ, രോമാഞ്ചം വരുക കളർ കാണുമ്പോ തന്നെ. ചക്കപ്പഴോടുള്ള ആക്രാന്തം, അമിതമായ ആക്രാന്തമാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. ചക്ക ചെറുതായിട്ട് സൈഡിലൊരു കേട് വന്നു എന്നൊരു സംശയമാണ്. അതാണ് ഇത് മുറിക്കാൻ തന്നെ കാരണമായത്. പക്ഷെ അധികമൊന്നും പഴുത്തിട്ടില്ല. പക്ഷെ ഈ ഉള്ള പഴുപ്പ് തന്നെ നല്ല മധുരം അത്യാവശ്യമുണ്ട്. അപ്പൊ ഈ പഴുത്ത ചക്ക കൊണ്ട് നമ്മൾ വറ്റലുണ്ടാക്കാറില്ലേ, അങ്ങനെ ചക്ക വറ്റലൊക്കെ ആയിട്ട് പുറകെ വരാം. പക്ഷെ ഇന്ന് ഈ ഒരു കൊതി കൊണ്ട് ചക്ക മുറിച്ച് പീസാക്കി പറിച്ച് കുറച്ച് തിന്നപ്പം ഒരു സമാധാനമായി. എത്രയൊക്കെ ചക്ക നമ്മളിങ്ങനെ ചുള കണ്ടു കഴിഞ്ഞാലും പീസ് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഞോണ്ടി തിന്നുന്നൊരു സ്വഭാവം നമുക്കുണ്ടല്ലോ. അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഒരു സംതൃപ്തി കിട്ടി. അങ്ങനെ എല്ലാം പീസാക്കി മുറിച്ച് നല്ല ഭംഗിയാക്കി പാത്രത്തിലാക്കി വെച്ചു കുറേ ഇരുന്ന് തിന്നു. നമ്മൾ ചക്ക, പഴുത്ത ചക്ക കുറേ തിന്നുന്ന സമയത്ത് അതിന്റെ ഒരു ചക്കയുടെ ഒരു കുരു തിന്നു കഴിഞ്ഞാൽ നമുക്ക് വയറിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് മുത്തശ്ശിമാർ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുപോലെ കുറച്ച് ചക്ക ചുള പറിച്ച് തിന്ന് കൊതി തീർക്കുന്നവരെ തിന്നു. എന്നിട്ട് ഒരു ചക്കക്കുരു തിന്നു. ബാക്കി എല്ലാ പീസും നല്ല വൃത്തിയാക്കി പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. ഇനി കുറച്ച് ചക്ക വറ്റലുണ്ടാക്കണം, പിന്നെ ചക്ക വരട്ടി ഉണ്ടാക്കണം, ചക്ക പായസം വെക്കണം. ഇതെല്ലാം ഞങ്ങൾ പുറകെ വരും. നിങ്ങളെ വിടമാട്ടെ. ചക്ക മഹോത്സവം നമുക്ക് എല്ലാവർക്കും കൂടെ ആഘോഷിക്കാട്ടോ. കേരളത്തിലുള്ള എല്ലാ പഴവർഗ്ഗങ്ങളും നമ്മൾ ആസ്വദിച്ച് തിന്നാം. ഈ വീഡിയോ ഇഷ്ടമായോ? ഓക്കെ, ബൈ.